രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാ വന്ദേ വാൽമീകി കോകിലം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭരതൻ്റെ വനയാത്ര. നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ, നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യരും ആനദേർ കാലാൾ കുതിരപ്പടയോടും ആനകശംഖപടഹവാദ്യത്തോടും സോദര ഭൂസുരതാപസ സാമന്തമേദിനീ പാലക വൈശ്യശൂദ്രാദിയും സാദരമാശു കൈകേയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു ഭസിതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ട് താപസവേഷം ധരിച്ചു ജട പൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. യുദ്ധം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നെന്നു ചൊല്ലിടിനാർ. ചിത്തേ നിനക്കിത് തോന്നിയത് അത്ഭുതം, ഉത്തമന്മാരിലത്യുത്തമനല്ലോ നീ. സാധുക്കളെ വമ്പുകഴ്ത്തുന്നതു നേരം ആദിത്യദേവനുദിച്ചു ഭരതനും ശത്രുഘ്നനോടുകൂടെ പുറപ്പെട്ടിതു. തത്ര സുമന്ത്രനിയോഗേന സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതു. ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാൺമാൻ നടന്നിതു. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിടും പൊടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞിതു. രാഘവാലോകനാനന്ദവിവശര ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ശൃംഗിവേരാഖ്യാപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നു നിന്നു പെരുമ്പട. കേകയപുത്രിസുതൻ പടയോടുമിങ്ങാഗതനായതു കേട്ടു ഗുഹന്തതാ ശങ്കിതമാനസനായി വന്നു തന്നെ കിങ്കരന്മാരോടു ചൊന്നാനിതം നേരം. ബാണജാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും. ഞാനങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ട് വൈകിടാതെ. അധികേ ചെന്നു വന്നിച്ചാൽ അവനുടെ അന്തർഗതം അറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരിനി നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം, പദ്ധതിക്കേതും വിഷാദവും കൂടാതെ.
ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്ന് സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ശ്രീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരദം ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരസോദരം സാനുജം മാനസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്ത്വാ പ്രണാമവും ചെയ്തു ഭരതനു വന്നേരം. ഉദ്ധാപ്യഗാഢമാലിംഗ്യ രഘുനാഥ ഭക്തം വയസ്യമനാമയവാക്യവും ഉക്ത്വാ ഗുഹനോടു പിന്നെയും ചൊല്ലിനാൻ. ഉത്തമ പുരുഷോത്തം സരത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാനലോകാലംബനഭൂതനാകിയ രാഘവൻ. ലക്ഷ്മീ ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കുമതോർക്ക നീ. ധന്യനാകുന്നതു നീ ഭുവനത്തിങ്കലിന്നതിനില്ലൊരു സംശയം മത്സഖേ. സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നൻപോടു കാണിതു രാമനെ നീ. അവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തെന്നു ചൊന്നതും. യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു ഗുഹൻ തഥാ വാട്ടമില്ലാതൊരു സന്തോഷചേതസ. ഭക്തൻ ഭരതൻ അത്യുത്തമനെന്നു തൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നിടിനാൻ. എത്ര സുപ്തോ നിശിരാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ. കണ്ടാലുമെങ്കിൽ കുശാസ്ത്രുതം സീതയാ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയനസ്ഥലം. കണ്ടു ഭരതനും മുക്തബാഷ്പോദകം തൊണ്ട വിറച്ചു സഗദ്ഗതം ചൊല്ലിനാൻ. ഹാ സുകുമാരി മനോഹരി ജാനകി പ്രാസാദമൂർധിനി സുവർണ തൽപസ്ഥലേ കോമള സ്നിഗ്ധ ധവളാംബരാസ്തൃതേ രാമേണ ശേദേ മഹാസുഖം സ്വാഗതം ശേദേ കുശമയ വിഷ്ടരേ നിഷ്ഠുരേ. ഖേദേന സീതാ മദീയാഗ്രജന്മനാ മദ്ദോഷ കാരണാലെന്നതു ചിന്തിച്ചു മദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ. കിൽബിഷകാരിണിയായ കൈകേയിതൻ ഗർഭത്തിൽ നിന്നു ജനിച്ചൊരു കാരണം ദുഷ്കൃതിയായതിപാപിയാമെന്നെയും ധിക്കരിച്ചിടിനേൻ പിന്നെയും പിന്നെയും. ജന്മസാഫല്യവും വന്നിതനുജന് നിർമ്മലമാനസൻ ഭാഗ്യവാൻ എത്രയും. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രം വനത്തിനു പോയതവനല്ലോ. ശ്രീരാമദാസദാസന്മാർക്കു ദാസനായ ആരൂഢ ഭക്തി പൂണ്ടേഷ ഞാനും സദാ നിത്യവും സേവിച്ചുകൊള്ളുവനെന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം. ചൊല്ലു നീ എന്നോടെവിടെ വസതി കൗസല്യാതനയൻ അവിടേക്കു വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടുപോരുവനെന്നതു കേട്ടു ഗുഹനൂര ചെയ്താൻ. മംഗലദേവതാ വല്ലഭൻ തങ്കലിന്നിങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാന്മാരിൽ വച്ചഗ്രേസരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ. ഗംഗാ നദി കടന്നാൽ അടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നികടെ വസിക്കും ഇത് സീതയാ തന്നുടെ സോദരനോടും യഥാസുഖം. ഇത്തം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയസഖേ
തർത്തുമമർത്യ തടിനീയ സത്വരം കർത്തൃമുദ്യോഗം സമർത്ഥോ ഭവാദ്യ നീ. ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിബുധ നദിയെ കടത്തുവാൻ ഭൃത്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുതം. അഞ്ജസാകൂലദേശം നിറച്ചിടിനാൻ 500 തോണി വരുത്തി നിരത്തിനാൻ. ഊറ്റമായൊരു തുഴയുമെടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ തന്മുതാ ശത്രുഘ്നനെയും ഭരതനെയും മുനിസത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശഭഗ്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതു കരേറ്റി മന്ദം തുഴഞ്ഞസ്തഭീത്യ കടത്തിടിനാനാദരാൽ. ഉമ്പർ തടിനിയെ കുമ്പിട്ടനാകുലം മുമ്പം നടന്നിതു. ഉമ്പർ തടിനിയെ കുമ്പിട്ടനാകുലം മുൻപേ നടന്നിതു വമ്പടയും തഥാ ശീഘ്രം ഭരദ്വാജ താപസേന്ദാശ്രമം വ്യാഘ്രഗോ വൃന്ദപൂർണം വിരോധം വിനാ സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനാൻ. താനുമനുജനുമായുടജാങ്കണേ സാനന്ദമാവേശ നിന്നോരനന്തരം ഉജ്ജ്വലന്തം മഹാതേജസം താപസം വിജ്വരാത്മാനവാസീനം വിധിം സമം ദൃഷ്ട്വാ നാമ നമസ്താഷ്ടാംഗം സസോദരം ദൃഷ്ട്വാ നാമ സാഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജമുനീശ്വരം ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം പ്രീത്യൈവ പൂജയാമാസ മുനീന്ദ്രനും ഹൃഷ്ടവാചാ കുശല പ്രശ്നവും ചെയ്തു ദൃഷ്ട്വാ തഥാ ജഡാവൽക്കലധാരിണം. തുഷ്ടി കലർന്നരുൾ ചെയ്താനിതെന്തടോ കഷ്ടമിക്കോപ്പുപന്നവല്ലൊട്ടുമേ. രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായോരു നീ എന്തിനായിങ്ങനെ വൽക്കലവും ജഡയും പൂണ്ടു താപസമുഖ്യ വേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻവടയോടുമാഹന്ത വനാന്തരേ വന്നതു ചൊല്ലു നീ. ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതനുവിദ്ധം മുനിവരൻ തന്നോടു ചൊല്ലിനാൻ. നിന്തിരു ഉള്ളത്തിലേറാതെ ലോകത്തിങ്കൽ എന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനി. എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ. രമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണ് തപോനിധേ. ഞാനേതുമേയൊന്നറിഞ്ഞീല രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും. കേകയപുത്രിയാമമ്മതൻ വാക്കായ കാകോളവേഗമേ മൂലമതിനുള്ളൂ. ഇപ്പോൾ ശുദ്ധനോ ഞാനതിനി പാദപത്മം പ്രണാമം ദയാനിധേ. ശ്രീരാമചന്ദ്രനു ഭൃത്യനായി ത്വൽപാദവാരികയുഗ്മം ഭജിക്കന്യേ മമ. മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റുമതിനൊഴിഞ്ഞില്ലൊരു കാംക്ഷിതം. ശ്രീരാഘവൻ ചരണാന്തികേ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു. പൗരവശിഷ്ടാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു. രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ട് പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവൻ. ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനമേനം പുണർന്നിടിനാൻ. ചുംബിച്ചു മൂർത്തിനി സന്തോഷിച്ചരുളിനാൻ. കിം ബഹുനാ വത്സ വൃത്താന്തമൊക്കെ ഞാൻ
ജ്ഞാനദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു മനസ്സേ, ശോകമുണ്ടാകൊല കേൾക്ക നീ. ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി, ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം. ഇന്നിനി സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ, വന്ന പടയോടുമില്ലൊരു സംശയം. ഓണം കഴിഞ്ഞുറങ്ങി പുലർകാലേ വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ. എല്ലാമരുൾ ചെയ്ത വണ്ണമെനിക്കതിനില്ലൊരു ഔമുഖ്യമെന്നു ഭരതനും. കാൽ കഴുകി സമാജമ്യ മുനീന്ദ്രനുമേഗ്രാഗ്രമാനസനായതിവിദ്രുതം. ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തതു കാമസുരഭിയെ തൽക്ഷണേ കാനനം. ദേവേന്ദ്രലോക സമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞുതരുക്കളും. ദേവവനിതമാരായിലതകളും ഭാവനാവൈഭവം എത്രയും അദ്ഭുതം. ഭക്തഭക്ഷ്യാദിപേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തിപ്രസാധനം മറ്റും ബഹുവിധം. ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണരത്നവ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിന്നു പണിയുണ്ടനന്ദനും. കർമ്മണാ ശാസ്ത്രദുഷ്ടേന വസിഷ്ഠനെ സമ്മോദമോടു പൂജിച്ചിതു മുമ്പിനാൽ. പശ്ചാത് സൈന്യം ഭരതം സസോദരമിച്ഛാനുരൂപേണ പൂജിച്ചനന്തരം. തൃപ്തരായി തത്ര ഭരദ്വാജമന്ദിരേ സുപ്തരായ രാമമരാവതി സന്നിഭേ. ഉദ്ധാനവും ദേതുഷസി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജപാദങ്ങൾ കൂപ്പിനാർ. താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു. ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിതെന്തികെ. മിത്രമായോരു ഗുഹനും സുമന്ത്രനും ശത്രുഘ്നനും താനുമായി ഭരതനും. ശ്രീരാമ സന്ദർശനാകാംക്ഷയാ മന്ദമാരാഞ്ഞു നാനാ തപോധനമണ്ഡലേ. കാണാഞ്ഞൊരോരോരോ മുനിവരന്മാരോടു താണു തൊഴുതു ചോദിച്ചു മത്യാദരം. പുത്രവാഴുന്നു രഘൂത്തമനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാ. ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരുമരുൾ ചെയ്തു. ഉത്തരതീരേ സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ. ഉത്തമപുരുഷൻ വാഴുന്നിതെന്നു കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനും. തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നിതത്യദ്ഭുതമായ രാമചന്ദ്രാശ്രമം. പുഷ്പവലതലപൂർണവല്ലീതരുഷട്പരമണീയ കാനനമണ്ഡലേ. ആമ്രകദളീ ബകുല പനസങ്ങൾ ആമ്രാതകാർജുന നാഗപുന്നാഗങ്ങൾ. കേരഭൂഗങ്ങളും കോവിതാരങ്ങളും ഏരണ്ട ചമ്പകാശോകതാലങ്ങളും. മാലതി ജാതി പ്രമുഖലതാവലീശാലികളായ തമാലസാലങ്ങളും. ഭൃംഗാദിനാനാവിഹംഗനാദങ്ങളും തുംഗമാതംഗഭുജംഗപ്ലവക കുരംഗാദി നാനാമൃഗവ്രാതലീലയും ഭംഗ്യാസമാലോക്യ ദൂരെ ഭരതനും. വൃക്ഷാഗ്രസംലഗ്നവൽക്കലാലംകൃതം പുഷ്കരാക്ഷാശ്രമം ഭക്ത്യാ വണങ്ങിനാൻ. ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു. സീതാ രഘുനാഥ പാദാരവിന്ദങ്ങൾ നൂതനമായതി ശോഭനം പാവനം. അങ്കുശാബ്ജധ്വജ വജ്രമത്സ്യാദി കൊണ്ടങ്കിതം മംഗലമാനന്ദമഗ്നായി
വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തഥാ രേണുതൻ മൗലിയിൽ കോരിയിട്ടിടിനാൻ. ധന്യോഹമിന്നഹോ ധന്യോഹമിന്നഹോ മുന്നം മയാ കൃതം പുണ്യപൂരംബരം ശ്രീരാമപാദപത്മാഞ്ജിതം ഭൂതലമാരാലെനിക്ക് കാൺമാനവകാശവും വന്നിതല്ലോ. മൂരിപ്പാദവാം സുക്കൾ അന്വേഷണം ചെയ്തുഴലുന്നിതേറ്റവും. വേദാവുമീശനും ദേവകദംബവും വേദങ്ങളും നാരദാദിമുനികളും ഇഥമോർത്തത്ഭുത പ്രേമരസാപ്ലുത ചിത്തനായ ആനന്ദ ബാഷ്പാകുലക്ഷനായി മന്ദമന്ദം പരമാശ്രിത സന്നിധൗ ചെന്നു നിന്നോരു നേരത്തു കാണായിതു സുന്ദരം രാമചന്ദ്രം പരമാനന്ദമന്ദിരമിന്ദ്രാദിവൃന്ദാരക വൃന്ദവന്ദിതമിന്ദിരാ മന്ദിരോരസ്ഥലം ഇന്ദ്രാവരജമിന്ദീവരലോചനം ദൂർവാദളനിഭശ്യാമളം കോമളം പൂർവജം നീലനളിനദലേക്ഷണം രാമം ജടാവകുടം വൽക്കലാംബരം സോമബിംബാഭപ്രസന്നവക്ത്രാംബുജം ഉദ്യത്തരുണായുധശോഭിതം വിദ്യുത്സമാംഗിയാം ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോതമാനമാത്മാനമവ്യാകുലം വക്ഷസി ശ്രീവത്സലക്ഷണമവ്യയം ലക്ഷ്മീനിവാസം ജഗന്മയമച്യുതം ലക്ഷ്മണസേവിതപാദപങ്കേരുഹം ലക്ഷ്മണലക്ഷ്യസ്വരൂപം പുരാതനം ദക്ഷാരിസേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോവിനാശനം രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണപ്രവര പല്യംഗം ഗുക്ഷിസ്ഥിതാനേക പത്മജാണ്ഡംബരം കാരുണ്യപൂർണം ദശരഥനന്ദനമാരണ്യവാസരസികം മനോഹരം. ദുഃഖവും പ്രീതിയും ഭക്തിയും കൈക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ. രാമനവനെയും ശത്രുഘ്നനെയുമായാമോദാലെടുത്തു നിവർത്തിച്ച സംഭ്രമം ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗസീംനിജേത്തു പുനരഭിവത്സങ്ങളുമണച്ച ആനന്ദപൂർവകം സത്സംഗമേറെയുള്ളൊരു സൗമിത്രിയും തത്സമയേ ഭരതാംഘ്രികൾ കുപ്പിനാൻ. ശത്രുഘ്നനുമതിഭക്തി കലർന്നു സൗമിത്രിതൻ പാദാംബുജങ്ങൾ കൂപ്പിടിനാൻ. ഉഗ്രദശാർത്ഥമാരായ പശൂലമഗ്രജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധൗ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനി മനോധൃതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ട് പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും. എത്രയും ആർത്തി കൈക്കൊണ്ടു കൗസല്യയും പുത്രന് ബാഷ്പധാരാഭിഷേകം ചെയ്തു ഗാഠമാശ്ലിഷ്യ ശിരസി മുകർന്നുടനുടമോദം മുലയും ചുരന്നു തഥാ. അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാനാദരാൽ. ലക്ഷ്മണൻ താനും ഔവണ്ണം വണങ്ങിനാൻ. ലക്ഷ്മീ സമയായ ജാനകി തന്നെയും ഗാഠമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢഖേദം തുടച്ചിടിനാർ കണ്ണുനീർ. തത്ര സമാഗതം ദൃഷ്ട്വാ ഗുരുവരം ഭക്ത്യാ വസിഷ്ഠം സാഷ്ടാംഗമാറുടൻ നത്വാ രഘുത്തമനാശു ചൊല്ലിടിനാൻ. എത്രയും
ഭാഗ്യവാൻ ഞാനെന്നു നിർണയം. താതനു സൗഖ്യമല്ലേ നിജമാനസേ, ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ? എന്തൊന്നു ചൊന്നതെന്നോടു ചൊല്ലിയിടുവാനെന്തു സൗമിത്രിയെ കണ്ടു പറഞ്ഞതും. രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും, ധീമതാം ശ്രേഷ്ഠ താതോദന്തമാശുകേൾ, നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു. രാമരാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നു പുക്കാനറിയ നീ. ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി. കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ. തൽക്ഷണമുച്ചൈർ വിലാപിച്ചിതേറ്റവും ലക്ഷ്മണനോടും. ജനനി ജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളുമൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. ഹാഹാ ദാദാ മാം പരിത്യജ്യ വിധിവശാലേതൊരു ദിക്കിനു പോയിതയ്യോ ഭവാൻ. ഹതോഹമനാഥോസ്മി മാമിനി സ്നേഹേന ലാളിപ്പതാരനുവാസരം. ദേഹമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ, മോഹമെനിക്കിനിയില്ല ജീവിക്കയിൽ. സീതയും സൗമിത്രിതാനും ഔവണ്ണമേ രോദനം ചെയ്തു വീണിടിനാർ ഭൂതലേ. തദ്ദശായാം വസിഷ്ഠോക്തികൾ കേട്ടവരുൾത്താപമൊട്ടു ചുരുക്കി മരുവിനാർ. മന്ദാകിനിയിലിറങ്ങിക്കുളിച്ചവർ മന്ദേതരമുദകക്രിയയും ചെയ്താർ. പിണ്ഡം മധുസഹിതേം കുതി സൽഫല പിണ്യാക നിർമ്മിതാന്നം കൊണ്ടുവച്ചിതു. യാതൊരന്നം താൻ ഭുജിക്കുന്നതു മധുസാദരം നൽകൂ പിതൃക്കൾക്കുമെന്നല്ലോ. വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതി ഖേദേന പിണ്ഡദാനാനന്തരം ദദാ. സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തത. സ്നാനാനന്തരം പ്രാപിച്ചിതാശ്രമം. അന്നുപവാസവും ചെയ്തിതെല്ലാവരും വന്നുദിച്ചിടിനാൻ ആദിത്യദേവനും. മന്ദാകിനിയിൽ കുളിച്ചൂത്തു സന്ധ്യയും വന്നിച്ചു പോന്നാശ്രമേ വസിച്ചിടിനാർ. ഭരതരാഘവ സംവാദം. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ, മാമഭാഗവാക്യം ചെവി തന്നു കേൾക്കണം. ഉണ്ടടിയനഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ടിനി വൈകാതെ ചെയ്യ വേണം അഭിഷേകവും പാലനം ചെയ്ക രാജ്യം തവ പൈത്ര്യം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തിക്കുലതന്തവേ. പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസം അത്ഭുത വിക്രമാനാഥ പ്രസീദമേ. മാതാവ് തന്നുടെ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതു ദയാനിധേ. ഭ്രാതാവു തന്നുടെ പാദാംബുജം ശിരസ്യതായ ഭക്തി പൂണ്ടിദ്ധമരുൾ ചെയ്തു. ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും. ഉദ്ധാപ്യ രാഘവനുത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിയിടിനാൻ. മദ്വാക്യമത്ര കേട്ടാലും കുമാര നീ യത്വയുക്തം മയാ തത്തഥൈവ ശ്രുതം. താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴ്കെന്നു ചൊല്ലിനാൻ. പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം.
ചേതസാപാർക്കിൽ നമുക്കിരുവർക്കും ഈ താത നിയോഗം അനുഷ്ഠിക്കുകയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും. കാമുകനായ താതൻ മൂഢമാനസൻ ശ്രീജിതൻ ഭ്രാന്തനുന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ. മന്നവനായി ഭവാൻ വാഴ്കമടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്താപിതാ നാരീജിതനല്ല, കാമിയുമല്ല, മൂഢാത്മാവുമല്ല കേൾ. താതന സത്യഭയം കൊണ്ടു ചെയ്തതിനെ തുമേ ദോഷം പറയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിടും അസത്യത്തിൽ മാനസേ. എങ്കിൽ ഞാൻ വാഴ്വൻവനെ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക. സോദരനിദ്ധം പറഞ്ഞതു കേട്ടതി സദരം രാഘവൻ താനുമരുൾ ചെയ്തു. രാജ്യം നിനക്കും എനിക്കു വിപിനവും പൂജ്യനാം താതൻ വിധിച്ചിതു മുന്നമേ. വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കത് സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവഴി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ. കാനനത്തിനതരുതെങ്കിൽ ചേരുവൻ എന്ന് പരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹം ഉപേക്ഷിപ്പതിത്യേവമാത്മനി നിശ്ചയിച്ചന്തികെ ദർഭ വിരിച്ചു കിഴക്കുതിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പൊക്കു ഭരതനും. നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തദ്ബോധനാർത്ഥം നയനാന്തസജ്ഞയാ ചൊന്നാൻ. ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയീസുതനോടു ചൊല്ലിടിനാൻ. മൂഢനായിടൊല കേൾക്ക നീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജാ. രാമനാകുന്നതു നാരായണൻ വരൻ താമരസോദ്ഭവനർത്ഥിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായതു ജാനകി. ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിക വഴി പോലെ. രാവണനെ കൊൽവതിന്നു വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ധരവാക്യവും കൈകേയിചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണപുരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോകമടിയാതെ. മന്ത്രികളോടും ജനനി ജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരി ബുക്കു വസിക്ക നീ. വന്നിടും അഗ്രജൻ താനും അനുജനും ദേവിയും. 7 സംവത്സരാവധൗ രാവണൻ തന്നെ വധിച്ചു സപുത്രകം. യുദ്ധം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു. ഭക്ത്യാ രഘൂത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹൂർനമസ്കൃത്വാ സസോദരം. പാദുകാം ദേഹി രാജേന്ദ്ര രാജ്യായതേ. പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവൻ. യാവത്തവാമംഗലം
യാവത്തവാഗമനം ദേവദേവമേ താവദേവാനാരദം ഭജിച്ചിടുവൻ. യുദ്ധം വരദോക്തി കേട്ടു രഘൂത്തമൻ പോൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും. ഉത്തമരത്നവിഭൂഷിത പാതുകാമുത്തമാങ്കേ ചേർത്തു രാമനരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുദ്ധായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗതം. മന്വബ്ധപൂർണേ പ്രഥമദിനെ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ ആദ്യ ദിവസമുഷസ്സി ജ്വലിപ്പിച്ച് അന്യ ദിവസമുഷസ്സി ജ്വലിപ്പിച്ച അഗ്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചമ്പോടു ചൊല്ലിനാൻ. അങ്ങനെ തന്നെ ഒരന്തരമില്ലതിനങ്ങ് ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്നിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ടാരൂഢമോദേന കൊണ്ടുപോയിടിനാൻ. ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞയച്ചിടിനാൻ. മുൻപിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ ബിംബേ പെരുമ്പടയും നടകൊണ്ടിതു. കൈകേയിദാനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന നാലങ്കപ്പടയോടും കൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരി പൊക്കു. രഘുവരൻ തന്നെയും ചിന്തിച്ചനുദിനം ഭക്ത്യാ വിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും. താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമം അൻപോടു ബുക്കിതു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം. പാതുകം വച്ചു സിംഹാസനേ രാഘവപാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികെ സേവിച്ചു നിന്നാരിരുവരും. ഹരേ രാമ. നാനാമുനിജനസേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചില ദിനം ചിത്രകൂടാചലേ വാണോരനന്തരം ചിത്തേ നിരൂപിച്ചു കണ്ടു രഘുവരൻ മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തും ഇവിടെ ഇരുന്നാലിനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായി കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും. ഇതം വിചാര്യധരിണീ സുതയും അത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ. അത്രിതന്നാശ്രമം ബുക്കു മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും. രാമോഹമദ്യ ധന്യോസ്മി മഹാമുനേ സീമൽപദം തവ കാണായ കാരണം. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ വരൻ മോക്ഷതനെന്നതറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ചിതർക്കപാദ്യാദികൾ കൊണ്ടുതം രാജീവലോചനം ഭ്രാതൃഭാര്യാന്വിതം ചൊല്ലിനാൻ ഭൂപാലനന്ദരന്മാരോട്. ചൊല്ലഴുമെന്നുടെ ഭഗ്നിയുണ്ടത്ര കേൾ എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വച്ചുത്തമയായ ധർമ്മജ്ഞാതബോധന. പർണശാലാന്തർഗൃഹേ വസിക്കുന്നിതു ചെന്നുകണ്ടാലും ജനകനൃപാത്മജേ എന്നതു കേട്ട് രാമാജ്ഞയാ ജാനകി ചെന്നനസൂയാപദങ്ങൾ വണങ്ങിനാൾ.
വത്സേ വരികരികേ ജനകാത്മജേ സത്സംഗമം ജന്മസാഫല്യമോർക്ക നീ. വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്ത് തൽസ്വഭാവം തെളിഞ്ഞു മുനിഭക്തിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായതു കുലവും കുണ്ഡലവും അംഗരാഗങ്ങളും എന്നിവ മണ്ഡലാർത്ഥമനസൂയ നൽകിയിടിനാൾ. നന്നു പാതിവ്രത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതും ഉത്തമം. കാന്തി നിനക്കു കുറയായിക്കൊരിക്കലും ശതനാകും തവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജധാനിയകമ്പുക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ. യുദ്ധമനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തൃരംഗേ ഗമിക്കെന്നയച്ചിടിനാൾ. മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചത തുഷ്ടി കലർന്ന് തപോധനനത്രിയും ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം. നിൻ മഹാമായ ജഗത്രയവാസി